സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യം 11-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണീ നമോസ്തുതേ. സർവസ്യ ബുദ്ധിരൂപേണ സർവഭൂതങ്ങളിലും ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനസ്യ ഹൃദി സംസ്ഥിതേ ജനങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്വർഗാപവർഗതേ ദേവി ജനങ്ങളുടെ ബുദ്ധിയിൽ സ്വർഗം മോക്ഷം എന്നിവകൾക്കായി മനഃശക്തിയെ കൊടുക്കുന്നത് അവിടുന്നാണല്ലോ. സ്വർഗാപവർഗതേ ദേവി ബന്ധമോക്ഷങ്ങൾക്കെല്ലാം കാരണം മനസ്സാണ്. അങ്ങനെ ബുദ്ധിസ്വരൂപിണിയായി വർത്തിക്കുന്ന ദേവി, സ്വർഗമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്ന ദേവി നാരായണീ നമോസ്തുതേ. നാരായണിക്കായിക്കൊണ്ട് നമസ്കാരം. 8-ാമത്തെ ശ്ലോകം. കലാകാഷ്ടാദിഭേദേന പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണീ നമോസ്തുതേ. കലാകാഷ്ടാദിഭേദേന, കലാ, കാഷ്ട എന്നിങ്ങനെ അതിസൂക്ഷ്മങ്ങളായ കാലയളവുകൾ വരുത്തി, ഭേദഗതികൾ വരുത്തി, പരിണാമപ്രദായിനി പരിണാമാവസ്ഥയിലേക്ക് ചേർക്കുന്ന ദേവി, വിശ്വസ്യോപരതൗ ശക്തേ നാരായണീ നമോസ്തുതേ. വിശ്വത്തിൻ്റെ വിനാശത്തിൽ ശക്തയായ ഭഗവതി നാരായണീ നമോസ്തുതേ. ഭഗവതിക്കായി നമസ്കാരം. നാനാവസ്തുക്കളിൽ രൂപഭേദങ്ങൾ വിരചിച്ചിട്ട് പിന്നെ തന്നിൽ തന്നെ എല്ലാം ലയിപ്പിക്കുന്ന ആ നാരായണിക്കായിക്കൊണ്ട് നമസ്കാരം. 9-ാമത്തെ ശ്ലോകം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ, ഐശ്വര്യത്തിൽ എത്തിച്ചേർക്കുന്ന കർമ്മങ്ങളെയാണ് മംഗളകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ മംഗളകർമ്മങ്ങൾക്ക് മംഗളത്തെ കൊടുക്കുന്ന രക്ഷാസ്വരൂപിണിയായ ദേവി, സർവാർത്ഥസാധികേ സർവപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന ശക്തിസ്വരൂപിണി, സർവാർത്ഥദായിനിയായിരിക്കുന്ന ഭഗവതി, ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശരണാഗതന്മാർക്ക് അഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന, ആർക്കും അഭയം പ്രാപിക്കാൻ സാധിക്കുന്ന ഹേ ദേവി, ത്ര്യംബകേ ദേവി. ത്ര്യംബകമെന്നാൽ തൃക്കണ്ണ്. ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി മൂന്നാമതൊരു കണ്ണുകൂടിയുള്ള അല്ലയോ ദേവി നാരായണീ നമോസ്തുതേ. ഭഗവതിക്കായി നമസ്കാരം. ഈ ത്ര്യംബകം എന്നുള്ളതിന് പലരും തെറ്റായി ത്രയംബകം എന്ന് ഉച്ചരിച്ച് കേൾക്കാറുണ്ട്. ത്രയംബകം എന്നത് ഒരു വില്ലിൻ്റെ പേരാണ്. മൂന്നാം കണ്ണ് എന്ന അർത്ഥം വരണമെങ്കിൽ ത്ര്യംബകം എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. 10-ാമത്തെ ശ്ലോകം. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയീ നാരായണീ നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശാനാം, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ശക്തിഭൂതയായിരിക്കുന്ന സനാതനി, ശക്തിഭൂതേ സനാതനി, എല്ലാവർക്കും ആശ്രയമായിരിക്കുന്ന സകല ബ്രഹ്മാണ്ടങ്ങളുടെയും അധിപതിയായിരിക്കുന്ന ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തുതേ. പ്രകൃതി ഗുണങ്ങളാകുന്ന സത്വരജസ്തമോ ഗുണങ്ങളെല്ലാം ആ പ്രകൃതീശ്വരിയായിരിക്കുന്ന ദേവിയുടെ ഭാവഭേദങ്ങളാണ്. അങ്ങനെയുള്ള ഗുണമയിയായിരിക്കുന്ന ദേവി നാരായണീ നമോസ്തുതേ. 11-ാമത്തെ ശ്ലോകം. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ,
ശരണം പ്രാപിക്കുന്ന ദീനന്മാരും ആർത്തന്മാരുമായ ആളുകളെ രക്ഷിക്കാൻ സദാ തൽപരയായിരിക്കുന്ന ദേവി. സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. സർവരുടെയും ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന അംബികേ നാരായണീ നമോസ്തുതേ. ഭഗവതിക്കായി നമസ്കാരം. 12ാമത്തെ ശ്ലോകം. ഹംസയുക്ത വിമാനസ്തേ ബ്രഹ്മാണീ രൂപധാരിണി കൗശാംഭപാവികേ ദേവി നാരായണീ നമോസ്തുതേ. ഹംസയുക്ത വിമാനസ്തേ, അരയന്നം കൊണ്ട് പൂട്ടിച്ചമച്ചിരിക്കുന്ന വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. ഹംസയുക്ത വിമാനസ്ഥയായി ഇരിക്കുന്ന ദേവി. ബ്രഹ്മാണീ രൂപധാരിണി, ബ്രഹ്മദേവന്റെ പത്നിയായിരിക്കുന്ന സരസ്വതീ ദേവി തുടങ്ങി വിഭൂതി പ്രദർശകങ്ങളായ രൂപങ്ങളെ ധരിച്ചിരിക്കുന്ന അമ്മേ. കൗശാംഭ പാവികേ ദേവി നാരായണീ നമോസ്തുതേ. കൗശാംഭ, കുശയോടുകൂടി, ദർഭ കൊണ്ട് പരിശുദ്ധമാക്കിയ ജലം കൊണ്ട്, ദർഭനീരാൽ രണം ചെയ്യുന്ന, കുശയോടുകൂടി മന്ത്രപൂർവകം പരിശുദ്ധമാക്കുന്ന ജലം കൊണ്ട് എല്ലാവരെയും എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന തായേ, മാതാവേ, ദേവി നാരായണീ നമോസ്തുതേ. 13ാമത്തെ ശ്ലോകം. ത്രിശൂലചന്ദ്രാഹിധരേ മഹാഋഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണീ നമോസ്തുതേ. ത്രിശൂലചന്ദ്രാഹിധരേ, ത്രിശൂലം, ചന്ദ്രൻ, അഷ്ടമണിനാഗങ്ങൾ എന്നിവയെ കൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവളും മഹാഋഷഭവാഹിനി, മഹാഋഷഭത്തെ വാഹനമാക്കിയിരിക്കുന്നവളുമായ മാഹേശ്വരി സ്വരൂപേണ, മഹാ ഈശ്വരീ സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന ദേവി നാരായണീ നമോസ്തുതേ. ത്രിശൂലം, ചന്ദ്രൻ, അഷ്ടമണിനാഗങ്ങൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടവളും മഹാഋഷഭത്തെ വാഹനമാക്കിയിരിക്കുന്നവളുമായ മഹേശ്വരീ സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന ദേവി നാരായണീ നമസ്കാരം. ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം.